നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വ്യാഴാഴ്ചത്തെ എപ്പിസോഡ് പ്ലസ് അന്നൊരു ദിവസത്തെ ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്നാണ് അവിടെ ഇതിൻ്റെ സെലിബ്രേഷനൊക്കെ സെലിബ്രേഷനൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിലേക്കൊക്കെ വരാം നമുക്ക്. അപ്പോൾ ഒന്നിൻ്റെ കുറച്ച് പോയിന്റ്സ് ഒന്ന് കാര്യമായിട്ടുള്ള ഒരു കോലാഹലം പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ നല്ല ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതെ. അപ്പം ഇന്ന് പിന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാൻ വെച്ചാൽ ഇതൊരു സുഖമില്ല. നമുക്ക് കുറച്ച് വയ്യായുണ്ട്, കോൾഡാണ്. അപ്പം കണ്ണിന്ന് അങ്ങനെ വെള്ളം വരില്ലേ, അങ്ങനെ ജലദോഷം പനി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനല്ല കാര്യമായിട്ട് ലൈവ് കാണുന്നവളാണ്. അപ്പോൾ എന്നാലും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് പറയാം. ഓക്കെ. അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് നേരത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്ത വിധം ഇന്ന് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ സിഗരറ്റ് വിളകൻ വെക്കും, എന്നിട്ട് ഇങ്ങനെ നോക്കിക്കോ. സൂര്യന് നമസ്കാരം കൊടുക്കുക എന്നുള്ളതാണ് സൂര്യ നമസ്കാരം എന്നുള്ള സംഭവം ഉണ്ടായത്. സിഗരറ്റ് കൈ പിടിച്ച് കാണാൻ അങ്ങനെ നിൽക്കണം. അതെ. അവിടുന്ന് നോറ വന്ന് കച്ചറ ഉണ്ടാക്കുന്നു, അടിപിടി. നോറ കച്ചറ ഉണ്ടാക്കിയത് നോറ വിളിച്ചതാണ് ജോലി ചെയ്യാൻ വേണ്ടി. നല്ലതിനാ സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു. പക്ഷെ അവിടെ ഫൈറ്റ് തുടങ്ങി പറഞ്ഞു, നീ വിളിക്കുമ്പോ വരാൻ സൗകര്യം ഇല്ല, ഞാൻ സൂര്യ നമസ്കാരം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് അത്തിക്കാക്കിയപ്പോ പറഞ്ഞിട്ട് എനിക്ക് അപ്പിടണം എന്താ ചെയ്യേണ്ടി വെച്ചിട്ട് ഇട്ട പറഞ്ഞിട്ട് ചായ പോയിട്ട് എന്താണെങ്കിലും അങ്ങനെയാണ് അന്നത്തെ പരിപാടി. നോറയുടെ ട്രാൻസ്ഫോർമേഷൻ പറയാതെ വയ്യല്ലോ ഇതും. നോറ ഭയങ്കര ഹാപ്പിയാണ്. നോറ നന്നായിട്ട് ഗെയിം നോറ കുറച്ച് ഗെയിമറായി മാറിയിട്ടുണ്ട്. വൈൽഡ് വന്നിട്ട് നല്ല മാറ്റം വന്ന ഒരാളാണ് നോറ. ജാസ്മിനും ഉണ്ട് കേട്ടോ. ജാസ്മിൻ നമുക്ക് അതിലേക്ക് വരാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വന്നത് ഓപ്പോസിറ്റ് ആയി, നോറയ്ക്ക് വന്നത് തിരിച്ച്, രണ്ടുപേരും ഓപ്പോസിറ്റ് ആയി. പക്ഷെ ജാസ്മിനും അത് ശരിക്കും ഒരു മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെ നേരെ ടാസ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സായി എന്തൊക്കെയോ ഭയങ്കര തന്ത്രമൊക്കെ മനേനെ കണ്ടു. ഞാനത് ലൈവ് കംപ്ലീറ്റ് കണ്ടിട്ടില്ല. അതെന്താന്ന് വെച്ചാല് ഇന്നിപ്പോ ഫൈനൽ ടാസ്ക് ആയിരുന്നു. പവർ ടീം നെക്സ്റ്റ് പവർ ടീം ആവാനുള്ള ആരാന്നുള്ളതിന്റെ ഫൈനൽ റൗണ്ട് ആയിരുന്നു. ഫൈനൽ റൗണ്ടിൽ ഇത്രയും ദിവസം ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ കിട്ടിയ നമ്മളെ പൂജ, അതേപോലെ അഭിഷേക് ഒക്കെ ഉള്ള ടീമില്ലേ, പൂജ, അഭിഷേക്, ശരണ്യ, ഋഷി, ഇവരൊക്കെ ഉള്ള ടീമാണ് ഇപ്പം ഇത്രയും ദിവസം പോയിന്റ് കൂടുതൽ. അപ്പം അവരും പവർ ടീമും തമ്മിലുള്ള ഒരു മത്സരമാണ്. ആ മത്സരം വടംവലിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചാൽ വേറെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മറ്റുള്ള രണ്ട് ടീമുണ്ടല്ലോ, ഡെന്നും നെസ്റ്റ് അല്ലേ, ഈ രണ്ട് ടീമിനെയും ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇവരെ കൂടെ കൂട്ടാം. അതായത് അവർക്ക് ആ രണ്ട് ടീമിന് എന്നിട്ട് ആരോടാണോ താല്പര്യം ഇവർക്ക് ഹെൽപ്പ് ചെയ്യാം. പവർ ടീമിനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പൂജയുടെയൊക്കെ ടീമിനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇവർ കുറച്ചു നേരം ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ചു. രണ്ട് ടീമും, പവർ ടീമും ഇവരും ടണൽ ടീമും പോയിട്ട് രണ്ടുപേരോട് കുറേ സംസാരിച്ചു, കുറേ ഓഫറൊക്കെ കൊടുത്തു. പക്ഷെ ഇവരെന്ത് ഓഫർ എടുത്തതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പം സിബിൻ നല്ല ബ്രില്യൻ്റ് ആയിട്ട് കേട്ടോ, സിബിൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് സിബിൻ്റെ ടീമിനോട് പറഞ്ഞു, നമ്മൾക്ക് ഒന്നും നോക്കണ്ട, പവർ ടീമിന് സത്യം തന്നെയാ പവർ ടീമിനെ ഇനി ഹെൽപ്പ് ചെയ്തിട്ട് എന്താ, പവർ ടീം മടുത്തു. ഗബ്രി, അർജുനും റസ്മിനൊക്കെ കണ്ടു മടുത്തു. അപ്പോൾ സിബിൻ പറഞ്ഞു പറ്റില്ല, മറ്റവരാവട്ടെ, അല്ലാണ്ട് ഈ പവർ ടീമിനെ ഇനി വിജയിപ്പിച്ചാൽ ഇവർ നല്ല തന്നെയാണ് എന്നുള്ളത് തോന്നുന്നു പറഞ്ഞിട്ട് സിബിൻ്റെ ടീം കംപ്ലീറ്റ് മറ്റൊരു ടണൽ ടീമിനെ, പവർ ടീമിനെ അല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അപ്പുറത്തെ ടീം സാഹിൻ്റെയൊക്കെ ഡെന്നിൻ്റെ ഒരു കഥ സായി ഇരുന്ന് ഉപദേശിച്ച് ഇവരെ മാറ്റുക, പവർ ടീമിനെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് സായിയുടെ തന്ത്രം എന്തായിരുന്നു എന്ന് വെച്ചാൽ പവർ ടീമിനെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പവർ ടീം എന്താ തന്ത്രം, തുടർഭരണം നടത്തുമ്പോൾ അവരെ നമുക്ക് അങ്ങനെ ചെയ്യാം ഇവര് സഹായിച്ചു. തുടർഭരണം നല്ലതല്ല, പക്ഷെ രാഷ്ട്രീയത്തിലൊക്കെ പറഞ്ഞാൽ സായി ഭയങ്കര തത്വങ്ങളൊക്കെ പൊളിറ്റിക്സ് തുടർഭരണം നല്ലതല്ല. പക്ഷെ ഈ തുടർഭരണം സായിയുടെ ആ തന്ത്രത്തിൽ പവർ ടീമിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നന്ദനി, നോറ പൊട്ടത്തി അതിൽ ശരിക്കും വിശ്വസിച്ച് നോറ സായി പറഞ്ഞതിൽ വീണു. പിന്നെ മറ്റേ അഭിഷേകിന് എന്താന്ന് വെച്ചാൽ മറ്റേ അഭിഷേകുള്ള ടീമാണ് വിന്നർ ആവുക അല്ലെങ്കിൽ. അപ്പൊ അതിനോട് വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കും ഈ അഭിഷേകും പവർ ടീമിന്. അപ്പോഴും ജിൻഡോന്റെ മനസ്സ് ആടി കളിക്കുകയായിരുന്നു. കാരണം ജിൻഡോന്റെ ജാൻമോണി അതുപോലെ മറ്റവരൊക്കെ ഉള്ളത് പവർ ടീം അല്ലാത്ത ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്താണ്. മാത്രമല്ല പവർ ടീമിന് ജിൻഡോന് ഇഷ്ടമല്ല. അപ്പോൾ ജിൻഡോന് മറ്റവരെ ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ഇവരുടെ ടീമിലുള്ള സായി അടക്കമുള്ളവര് സായി ജിൻഡോനെയും ഏകദേശം മാറ്റിയതാ. അപ്പോഴേക്കും ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്ത് വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ തീരുമാനം എടുക്കാം, സ്വന്തം ഇഷ്ടമുള്ള ടീമിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു പ്രതീക്ഷ. അപ്പൊ നമുക്കിത് കാണുമ്പോൾ ലൈവ് കാണുമ്പോൾ ഒരു പ്രതീക്ഷ, ഈശ്വര എല്ലാവർക്കും ജിൻഡോനെ വേണം, ജിൻഡോ അല്ലേ മെയിൻ, ജിൻഡോ ഉള്ള ടീം ജയിക്കുന്ന കാര്യം ഉറപ്പാണ്, വേറെ ആരും ജിൻഡോന്റെ അത്ര അവിടെ ആരും ഇല്ല. അപ്പൊ എല്ലാവർക്കും ജിൻഡോ വേണേനും. അപ്പൊ ജിൻഡോന്റെ
ജിൻഡു ആണ് ഇന്ന് ഗെയിം ചേഞ്ചർ എന്ന് പറയാം. അപ്പോൾ സായിയുടെ ടീമൊക്കെ പവർ ടീമിൽ കൂടും എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് എല്ലാവരും കൂടി ബിഗ് ബോസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ മറ്റേ ടീമില്ലേ, ഏതാണ് നമ്മൾ സിബിൻ്റെ ഒക്കെ ടീം പറഞ്ഞു ഞങ്ങൾ മറ്റേ ടണലിനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു. ടണലിന് ഇനി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു. അതിൽ ബിഗ് ബോസ് ഒന്നുകൂടി പറഞ്ഞു വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കാട്ടോ എന്ന് ഒന്നുകൂടി പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് തീരുമാനം എടുക്കാട്ടോ എന്ന് സിബിനൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മളെ ജിൻഡോ സാഹിനി ഇവരെയൊക്കെ പറ്റിച്ച് ഒറ്റ എണീറ്റിരിക്കല. അതോടുകൂടി ഗെയിം ചേഞ്ചായി. ഞാൻ ഇവരെയാണ് ഹെൽപ്പ് ചെയ്യണത് പറഞ്ഞു. അതിൽ അങ്ങനെയാണ് ജിൻഡോ ആ ടീമിൽ കയറിയത്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അപ്പം തന്നെ ഉറപ്പിക്കുക ഏകദേശം അവർ ജയിക്കും എന്നുള്ളത്. പവർ ടീം ആകെ ചമ്മിപ്പോയി. പവർ ടീമിൽ അപ്പോൾ സായി, മറ്റേ അഭിഷേക്, പിന്നെ നോറ, പിന്നെ ഈ നന്ദന, ഇത്രേ ഉണ്ടായുള്ളൂ പവർ ടീമിൽ. അപ്പോൾ പിന്നെ പവർ ടീമിൻ്റെ കൂടെ ആരുമില്ല. പവർ ടീമിൻ്റെ കൂടെ നന്ദനയും സായിയും മറ്റേ അഭിഷേകും നോറയും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ജിൻഡോൻ്റെ ഒക്കെ ടീം, അതായത് മറ്റേ ടീം പവർ ടീമായിട്ട് അവർ ജയിച്ചു. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് വീക്കിലെ പവർ ടീം എന്ന് പറയുന്നത് നമ്മളെ അഭിഷേക് കേട്ടോ, ശ്രീകുമാറും അതുപോലെ പൂജയൊക്കെ അടങ്ങണ ആ ഗ്രൂപ്പ്, ഋഷി, പൂജ, ജാൻമണി, അതുപോലെ ശരണ്യൊക്കെ ഉള്ളവരാണ് അടുത്ത പവർ ടീം. അവരെ തെരഞ്ഞെടുത്തു, അവർ വടംവലിയിൽ ജയിച്ചു. അങ്ങനെ അപ്പൊ സത്യത്തിൽ ഇന്നുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ആയിരുന്നു ഗെയിം ചേഞ്ചർ. ജിൻഡോ അവിടെ വന്നിട്ട് മാറ്റി പറഞ്ഞതാ, ലാസ്റ്റ് ഫൈനൽ മൂമെന്റിൽ മാറ്റി പറഞ്ഞതാ. അങ്ങനെ അവര് ജയിച്ചു. അതാണ് ഉണ്ടായത് ഇന്ന്. പിന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഡിസ്കഷൻ ഉണ്ടായി. ജാസ്മിൻ പോയ പോലെ കേട്ടോ, പോയി. അതില് ശരിക്കും ഗെയിം ചേഞ്ചർ സായി തന്നെയാണ്. അതിനിപ്പോ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പറയും ഞാനത് അങ്ങനെ കളിച്ചത് അല്ല. ആ സത്യത്തിൽ സായിക്ക് അബദ്ധം പറ്റിയതാണ്. പക്ഷെ എന്താ പറയാ, സംഭവം എന്താ ഇപ്പൊ രണ്ടുപേരും ഗബ്രിയും ഇവളും തമ്മിൽ ജാസ്മിൻ തമ്മിൽ ചെറിയൊരു അകൽച്ചയുണ്ട്. പക്ഷെ ഗബ്രി കുറേ പറയുന്നുണ്ട് നീ ഇത് വേറെ കാര്യം ചോദിക്കട്ടെ, ഈ ഗബ്രീന്റെ ഗെയിമാണോ അത്? ജാസ്മിനെ വിടാൻ സമ്മതിക്കില്ലല്ലോ അവൻ. ഇവൻ പറയുന്നില്ലേ പുറത്ത് ഇനിയിപ്പോ ആരും ഗബ്രി പറഞ്ഞു കേട്ടോ, ആരും ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൈ പിടിക്കാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അല്ല ഗബ്രിക്ക് എന്തോ ശരിക്കും ഇഷ്ടം. പക്ഷെ ജാസ്മിന് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. ജാസ്മിൻ ആകെ ഒരു വിഷമത്തിൽ കാരണം ഇതൊന്നും ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ജാസ്മിൻ സായി ചെയ്തത് എന്താന്ന് വെച്ചാൽ, ജാസ്മിൻ ഈ ഗബ്രീനായിട്ട് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ജാസ്മിൻ ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര്, ഓൾറെഡി ജാസ്മിന് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാ, അവരൊക്കെ വീണ്ടും ജാസ്മിനിലേക്ക് തന്നെ വരും. അപ്പൊ സഹതാപം വന്നു തുടങ്ങി. നമുക്ക് തന്നെ തോന്നും അയ്യോ കഷ്ടായി തോന്നും. പാരന്റ്സ് വന്നപ്പോ അവളുടെ അച്ഛനും അമ്മയും വന്നപ്പോ ഒരു ഹാപ്പി ആയിരുന്നില്ല. ശരിയാട്ടോ, അവർ ആദ്യം ആ ഒരു ഇതിൽ വന്നിട്ടുള്ള രീതിയിലുള്ള കോൺഫിഡൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ആ രീതിയിലാണ് അവർ അച്ഛനൊക്കെ സംസാരിച്ചിരുന്നത്, പാപ്പ. പക്ഷെ പാപ്പാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംസാരം പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ജാസ്മിൻ കംപ്ലീറ്റ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഒരു പാരൻസ് വന്നു പോയി കഴിഞ്ഞ ശേഷം ഗബ്രീനോട് എടുത്ത് വയ്ക്കുന്നുണ്ട്, നീ എൻ്റെ ഉമ്മാനെയും പാപ്പാനെയും നിനക്കറിയില്ലല്ലോ അവരെങ്ങനെ സംസാരിക്കുക എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അവർ സംസാരിക്കുക. എന്നിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട്, അല്ല അവരില്ല എനിക്കിങ്ങനെയാണ് തോന്നിയത്, അല്ല എനിക്കിങ്ങനെയല്ല തോന്നിയത്, കാരണം നിനക്കറിയാത്തതുകൊണ്ടാണ്, എനിക്കറിയാം എൻ്റെ ഉമ്മാടെയും പാപ്പാടെയും നിന്ന് മാറിക്കഴിഞ്ഞാൽ നിനക്കറിയില്ലല്ലോ അവരെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ ആകെ ഏകദേശം വലിയൊരു ട്രാൻസ്ഫോർമേഷനായി. നോറനെ കുറിച്ച് പറയുകയും ചെയ്തു, ഭയങ്കരമായിട്ട് പേരൻസ് പറയുകയും ചെയ്തല്ലോ. പിന്നെ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് അല്ലേ, ഇത് സിബിൻ്റെ ടീം. സിബിൻ ഒരു ഓൾറൗണ്ടറാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയട്ടെ, സിബിൻ ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഓൾറൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചില്ല. ഒരു ജൂപ്പിറ്റർ ഹൗസും സുഗുണൻ ചേട്ടൻ്റെ വീടും തമ്മിൽ അടിപൊളിയായിട്ട് ജാസ്മിനൊക്കെ എല്ലാവരും വാരിട്ടോ. അവർക്ക് ബാത്റൂമിൽ അല്ല, ജാസ്മിന് മാത്രമല്ല, അവർ ബാത്റൂമിലെ കാര്യം അവർക്ക് പറയണതിന് പകരം അവർ സ്കിറ്റിലൂടെ കാണിച്ചു എങ്ങനെ അവർ അത് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഇന്നത്തെ ഡാൻസ് പെർഫോമൻസ് കൊറിയോഗ്രഫി അടിപൊളിയാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ അതിൽ പാടുന്നുണ്ട്, എല്ലാ കഴിവും കൂടി. സംസാരമുണ്ട്, ആള് ഭയങ്കര കൂളാണ്, വാക്ചാതുര്യം, എല്ലാ സംഗതികളും ഒത്തിണങ്ങിയിട്ടുള്ള ചങ്ങാതിട്ടോ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസ് ഒരു ഇതായി പണ്ടത്തെ പോലെയല്ല, കുറച്ച് വൈൽഡ് കാർഡ്സ് വന്നതോട് കൂടിയിട്ട് നല്ലൊരു ഡാൻസ് പെർഫോമൻസ്. പിന്നെ ഓരോ പെർഫോമൻസ് ഇപ്പോൾ മറ്റേ ഇവരുടെ ടീം മാത്രം അത്ര പോരായിരുന്നു. ജിൻഡോസായി ഉള്ള ടീമിന്റെ ഡാൻസ് പക്ഷെ നന്ദന നന്നായി ഡാൻസ് ചെയ്തു. സപ്പോർട്ട് ചെയ്തു, കോമഡി ആയിട്ട് നല്ല ഇതിൽ ചെയ്തു, ഒക്കെ നല്ല തന്നെ. അർജുന്റെ ടീം എന്താ പറയുക, ജാൻമണി ഭയങ്കര കരച്ചിലൊക്കെ അറിഞ്ഞു ലാസ്റ്റ്. ജാൻമണിക്ക് എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് അത് മണവാട്ടിയായിട്ട് നിൽക്കണ പറഞ്ഞിട്ട് കാര്യം.
സങ്കടം തോന്നി. അപ്പോൾ ഈ കരീനൻ്റെ ഇടയിൽ കൂടി സായി പോയിട്ടുണ്ട്, പിന്നെ സമാധാനിപ്പിക്കണം ജാൻമണീനെ പറയുന്നുണ്ട്. ഞാൻ ആ കരി അടിച്ച് കിട്ടിയ ക്യാപ്പിൽ പോയി പറയുന്നുണ്ട്, കരി മുഖത്ത് തേക്കണം എന്നാണ് ഞാൻ ആസ് എ പാർട്ട് ഓഫ് ഗെയിമാണ് കേട്ടോ, പുറത്തിറങ്ങി ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. പുറത്തുനിന്ന് ഇതിനെ അത്യാവശ്യം നന്നായിട്ട് ഊക്കിയിട്ടാണ് മൂപ്പരങ്ങോട്ട് കയറിയിരിക്കുന്നത് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്. എന്തായാലും നല്ലൊരു ദിവസമാണ്. പിന്നെ ജാൻമണി പറഞ്ഞൊരു കാര്യം ഉണ്ട്, ഒരു ദിവസം ഒരു ഫൈറ്റും ഇല്ലാത്തൊരു ദിവസം ഫസ്റ്റ് ടൈം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായി എന്ന് പറഞ്ഞു. ശരിയാണത്, അത് വലിയ സംഭവമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിൻ ഏകദേശം പിന്നെയും അത് കഴിഞ്ഞിട്ടും കംപ്ലീറ്റ് തകർന്ന ഇതിലാണ് നിൽക്കുന്നത്. ബിരിയാണി കഴിക്കുന്ന സമയമൊക്കെ ആയപ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം വന്നിരുന്നു നോറയുടെ കൂടെ. അതുപോലെ ഇപ്പോഴത്തെ പവർ ടീമും ആകെ ഒന്ന് ഇതായിരിക്കുന്നു, കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. അവർക്കൊരു സങ്കടം. ഇന്ന് അർജുനും അപ്സരയൊക്കെ കുറെ ഡിസ്കസ് ചെയ്തായിരുന്നു, അവരങ്ങനെ ഇവരിങ്ങനെ. പിന്നെ റസ്മിൻ വന്നിട്ടില്ല, എന്താണ് റസ്മിന്റെ ഒരു കാര്യമൊക്കെ പറയണേ. ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തിരുന്നു, ബിഗ് ബോസിന്റെ ഒരു ബിഗ് ബോസ് ഹിയർ എന്തോ ഡ്രീമോ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടൊരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടാണ് റസ്മിൻ കുറച്ച് പുറത്തുനിന്ന് ആൾക്കാരെ സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അലിഗേഷനൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ ആ സമയത്ത് ഇന്നലെ മിനിയാന്നൊന്നും റസ്മിൻ്റെ ഫാൻസ് പേജും കാര്യങ്ങളും അവരൊന്നും ഒരു അപ്ഡേറ്റും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ ഈ ഒരു ഇത് വന്നതിന് ശേഷം ഇന്ന് വീണ്ടും റസ്മിൻ വീട്ടിലേക്ക് തിരിച്ചു കയറും. വൈറൽ ഫീവർ ആയിരുന്നു, നാളെ അത് പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന വരെ അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്തായാലും സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. ഇതിപ്പോൾ ആരെങ്കിലും ഈ ഫാൻ ഫൈറ്റ് ഇപ്പോൾ റസ്മിൻ്റെ പേജസ് പറയുന്നുണ്ട് ഇതുപോലുള്ള എന്താ പറയുക ഇതുപോലുള്ള ന്യൂസൊന്നും ഇതാക്കിയിട്ട് ഒരാളെ ജീവിതം തകർക്കരുത് എന്നുള്ളത്. ഫാൻ ടീംസ് ഗ്രൂപ്പുകളൊക്കെ എല്ലാവരും തന്നെ, അതായത് റസ്മിൻ്റെ ആണെന്നുണ്ടെങ്കിലും ആരുടെ ആണെന്നുണ്ടെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ടോക്സിക്കാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ റസ്മിൻ തിരിച്ചു കയറുന്നുള്ള ന്യൂസ് കേൾക്കുന്നുണ്ട്, എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ഒരു മേജർ അപ്ഡേറ്റ് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനെതിരെയുള്ള ഒരു കേസ് ഉണ്ടല്ലോ, അതിൻ്റെ കേസിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ട് കേട്ടോ. അതാരെങ്കിലും അറിഞ്ഞോ പോലെ സംഭവം എന്താ വെച്ചാൽ ആദർശ് യെസ് എന്നിട്ടൊരു അഡ്വക്കേറ്റ് ഒരു കേസ് കൊടുത്തിരുന്നില്ല. ആ കേസ് കൊടുത്തതിൽ എനിക്ക് തോന്നുന്നു അവരൊന്നും ഹാജരായിട്ടില്ല, കാരണം അത് ആരും അറിയാതെ സീക്രട്ടായിട്ടൊക്കെ തോന്നുന്നു കേസ് വിളിപ്പിച്ച്. പക്ഷേ കേസ് വിളിപ്പിക്കുന്ന സമയത്ത് സയൻസ് പോയില്ലേ, എന്താ സ്ഥിതി അറിയില്ല. എന്താണെങ്കിലും എൻ്റെ മോൾഷേനും ഏഷ്യാറ്റിൻ്റെ ഭാഗത്ത് ആരും ഹാജരായിട്ടില്ല എന്നൊരു സംഗതി കേട്ടു. ഹൈക്കോടതി വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു. രൂക്ഷ വിമർശനം പിന്നെ എല്ലാ സിറ്റുവേഷൻസിലും പറഞ്ഞു കേൾക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ രൂക്ഷമായി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിനോട് ഇത് വെരിഫൈ ചെയ്യാനോ അന്വേഷിക്കാനോ പറഞ്ഞു. ഈ ഷോ നിർത്തും എന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഷോ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന ഷോ ആണ് ഇന്ത്യയിൽ, ഈ ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഷോ ആണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കുട്ടികളും മക്കളും കാണാൻ പാടില്ലാത്ത സംഗതികളൊന്നും നടക്കുന്നില്ല. നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു തെറിവിളി അടിപിടി ഫൈറ്റ് ഒരിക്കലും കുട്ടികൾ കാണുന്നില്ലല്ലോ. വേറെ കൂടുതൽ സംഗതികൾ സിനിമയിലും ഇതിലൊക്കെ ഇല്ലേ. ഇത്രയും വലിയ ടോക്സിക് പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, കാണാത്തവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നിട്ട് ആ അഡ്വക്കേറ്റിൻ്റെ ഒരു ന്യൂസ് കണ്ടു. സത്യാവസ്ഥ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഏഷ്യാറ്റിനെ സംബന്ധിച്ച് എൻ്റെ മോളിനെ സംബന്ധിച്ച് ഇതൊന്നും ഇഷ്യൂ. മെയിനായിട്ട് ഇതിൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് മോഹൻലാൽ, ലാലേട്ടനാണ്. അറിയോ, ലാലേട്ടൻ്റെ കേണൽ പദവി എടുത്തു കളയണം. ലാലേട്ടനാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ അറ്റാക്ക് ചെയ്യുന്നത്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫാൻ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ലാലേട്ടൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഫാൻസിൻ്റെ ഭാഗം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പൊ ഇതുകൂടി പറയട്ടെ, മോർണിംഗ് ടാസ്ക് പൂജ ഇന്റർവ്യൂ ചെയ്യായിരുന്നു കേട്ടോ ഓരോ ടീമിനെ. നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്തു പൂജ, നല്ല അടിപൊളിയായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. സായിനോട് ചോദിച്ച ചോദ്യം വളരെ നിങ്ങള് നന്നായി സംസാരിക്കുന്ന ആളല്ലേ, അങ്ങനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അത് സീക്രട്ട് ഏജന്റാണ്, ഇത് സായിയാണ് എന്ന് പറഞ്ഞു. കാരണം അല്ല, അപ്പൊ ഇത് നമുക്ക് പറ്റിയതല്ല, ഇവിടെ അവിടെ ഒറ്റയ്ക്കാണ്. അവിടെ ഒറ്റയ്ക്കാണ്, അത് സത്യമാണ്. അതിന് ഇങ്ങനത്തെ ഇതിലൊന്നും അതിന് കഴിവില്ല. കാരണം എന്താ വെച്ചാൽ അത് കഴിവുണ്ടോന്ന് അറിയില്ല. ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. കഴിവില്ല എന്ന് പറയല്ല, പക്ഷെ ഇതുവരെ കണ്ടിടത്തോളം നമുക്ക് മനസ്സിലായി. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും, എല്ലാവരും എല്ലാത്തിലും ഭയങ്കരമായി കൊള്ളുന്നില്ല. ചിലപ്പോൾ കാറിലൊക്കെ ഇരുന്ന് സംസാരിക്കണ മാതിരി ആവില്ലല്ലോ, റോബിൻ കൊടുത്ത മാതിരി കാറിലിരുന്ന് വളവളടിക്കണ പോലെ അല്ല അല്ലേ. അപ്പോൾ ഇത് സത്യമാണത്, ശരിയാണ്. നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ കേസ് നമ്മൾ ഈ റിയാക്ഷൻ, ഇപ്പോൾ ഞാൻ ഇവളത്ര അധികം ഇല്ല, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സംഭവമൊക്കെ ചില കാര്യങ്ങളൊക്കെ വിമർശിക്കാൻ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ചെയ്ത ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇറക്കി എടി ഞാൻ ആരെ പറ്റി കുറ്റം പറഞ്ഞ സിറ്റുവേഷൻ നമ്മൾ ആ സ്ഥിതിയിൽ വരുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ. അത് തിരിച്ചു കിട്ടുമെന്ന് ഉദ്ദേശിക്കാം. രണ്ടായിരത്തി ഞാൻ ബിഗ് ബോസ് പോകുമ്പോഴോ ഒരു പുച്ഛട്ടോ. ഞാൻ അടുത്ത കൊല്ലം ഞാൻ ബിഗ് ബോസിലേക്ക് എടി ഇന്നെ അറിയാത്തോണ്ട് അവര് എന്നെ കൊത്തിക്കൊണ്ടുപോകും ശരിക്കും. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് നീ ഇതും ചെയ്യണ്ടെന്ന്. അല്ല, അയാളെ പുറത്ത് നിർത്താൻ പറ്റില്ല, നിന്നാ പിന്നെ അയാളെ വാതിൽക്കൽ നിന്നോട്ടെ. രജിസ്ട്രേഷൻ ഗോപ്രോ മച്ചാൻ അടുത്ത വർഷം ബിഗ് ബോസിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ നാളെ രാവിലെ മുതൽ ഞാൻ ഇതിനുള്ള ശ്രമം തുടങ്ങാൻ കഴിഞ്ഞു. ഫസ്റ്റ് ഞാൻ നാളെ മുതൽ ഞാൻ ഇതിന് ശ്രമിക്കാൻ പോവാ. വെല്ലുവിളിക്കാൻ എന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ഞാൻ ബിഗ് ബോസിൽ വിളിച്ചാൽ പോണോ?
പോണ്ട. നിങ്ങളെ ഞാൻ നോക്കട്ടെ മറ്റേ ഇതിന് ഈ വീഡിയോന്റെ അടിയിൽ ടൊവിനോ തോമസ് ഒന്ന് കമന്റ് എനിക്കൊരു സമാധാനം ജീവിക്കാൻ അത് മതി. അല്ല ഈ വീഡിയോക്ക് ഇടയിൽ ടൊവിനോ തോമസ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസിലേക്ക് പോകും. അയ്യോ അങ്ങനെ വെറുതെ പറയല്ലേ. ടൊവിനോ എന്ന് പറഞ്ഞ ഐഡിന്റെ ഒക്കെ ആരെങ്കിലും വന്ന് കമന്റ് ചെയ്യുമ്പോൾ ഞാൻ പോകുന്നില്ല. നമ്മൾ വിളിക്കാഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ. എപ്പോഴും ഞാൻ റെഡി ആയി നിൽക്കണേ. ഓ സുഗുണ സുശീല എന്തോ എന്ന് വെച്ചാല് ഇപ്പൊ മനസ്സമാധാനം ഉണ്ട്. അല്ല എനിക്ക് ആഗ്രഹമില്ല, അതിനൊന്നും നമുക്ക് ആഗ്രഹമില്ല. ഓക്കെ, അപ്പോൾ ഇത്രത്തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തൊരു വീഡിയോ കാണാം. ഞങ്ങളൊരു ലൈവ് വരുന്നത് ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവളുടെ അസുഖമൊക്കെ ഒന്ന് മാറിയിട്ടേ, ജലദോഷം വയ്യൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് ലൈവ് പോകണം. അതിൽ കുറച്ച് ഇൻട്രാക്റ്റീവ് സെഷൻസ് കുറച്ച് നമ്മുടെ പ്രേക്ഷകർ പോയി നമുക്ക് പങ്കുവെക്കാണ്ട്. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.